ഇന്നത്തെ ടോപ്പിക്ക് ഉയർന്ന BP ഭക്ഷണത്തിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത്. രക്താതിസമ്മർദ്ദം അല്ലെങ്കിൽ ഉയർന്ന BP ഇത് നിശബ്ദനായ കൊലയാളി എന്ന് വിളിക്കാം. ഈ ഉയർന്ന BP കാരണം മരണം വരെ സംഭവിക്കാവുന്ന ഹൃദയാഘാതത്തിന് വരെ കാരണമാകാവുന്നതാണിത്. ഇത് അനിയന്ത്രിതമായിട്ട് ബ്ലഡ് പ്രഷർ കൂടിയാൽ സ്ട്രോക്ക്, ഹൃദയാഘാതം, അതുപോലെ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ ഇവയിലേക്കൊക്കെ എത്താം. സ്ത്രീകളേക്കാൾ കൂടുതൽ ഇത് പുരുഷന്മാരിലാണ് കാണുന്നത്. ചിട്ടയില്ലാത്ത ഭക്ഷണ രീതി, വ്യായാമക്കുറവ്, മാനസിക ആരോഗ്യത്തിലുള്ള തകരാറുകൾ ഇതെല്ലാം ഉയർന്ന BPയിലേക്ക് എത്തിക്കും. ചിട്ടയില്ലാത്ത ഭക്ഷണ രീതി എന്ന് പറഞ്ഞു, നമുക്ക് സമയനിഷ്ഠയില്ലാതെ ഭക്ഷണം കഴിക്കുന്നത്, പ്രധാനമായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതിരിക്കുക, ഉച്ചയ്ക്കത്തെ ആഹാരവും ബ്രേക്ക്ഫാസ്റ്റും ചേർത്ത് വലിയ ആഹാരം കഴിക്കുക, രാത്രിയിൽ ലേറ്റായി ഭക്ഷണം കഴിക്കുക, ഇതെല്ലാം ഇതിൻ്റെ സാധ്യത കൂട്ടുമെന്നുള്ളതാണ്. ഇനി പ്രഭാത ഭക്ഷണത്തിനുള്ള പങ്ക് വളരെ വലുതാണ്. രാവിലത്തെ ഭക്ഷണം ഏറ്റവും കൃത്യവും അതുപോലെ പോഷകസമൃദ്ധവുമാക്കാൻ ശ്രദ്ധിക്കണം. ഒരു ദിവസത്തെ ഊർജത്തിൻ്റെയും പ്രോട്ടീനിൻ്റെയും 1/3 പ്രഭാത ഭക്ഷണത്തിൽ നിന്നായിരിക്കണം. അമിതമായി വറുത്തുപൊരിച്ച ആഹാരങ്ങൾ, ജങ്ക് ഫുഡ്സിൻ്റെ അധിക ഉപയോഗം ഇതെല്ലാം ഈ രോഗാവസ്ഥയിലേക്ക് എത്തിക്കും. ഇനി ബേക്കറികളിൽ നിന്നുള്ള ഭക്ഷണം, എണ്ണയിൽ വറുത്തുപൊരിച്ച ആഹാരം, ബേക്കറി പലഹാരങ്ങൾ, കൃത്രിമ പാനീയങ്ങൾ, അതുപോലെ അച്ചാറ്, പപ്പടം, ഉണക്ക മത്സ്യങ്ങൾ, ഉപ്പ് കൂടുതലടങ്ങിയ ആഹാരങ്ങൾ ഇതെല്ലാം ഇതിന് ബ്ലഡ് പ്രഷർ ഉയർത്താവുന്നതാണ്. ഇനി ഹോട്ടൽ ഭക്ഷണത്തിൻ്റെ അമിത ഉപയോഗം നല്ലതല്ലെന്ന് ഓർക്കുക. ഹോട്ടൽ ഫുഡിൽ അമിതമായി ചേർക്കുന്ന അജിനോമോട്ടോ, മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റ് പോലെയുള്ള ഭക്ഷണങ്ങൾ BP രോഗമുള്ളവർ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. ഇത് BP എലിവേഷൻ ഉണ്ടാക്കും. ഇനി ബേക്കറികളിൽ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങളിലെല്ലാം സോഡാപ്പൊടി, സോഡിയം ബൈകാർബണേറ്റിൻ്റെ പ്രസൻസ് ഉണ്ട്. ഇത് അതുകൊണ്ടിട്ടാണ് ഇതിൻ്റെ ഉപയോഗം കുറച്ച് വെക്കണം എന്ന് പറയുന്നത്. കൂടുതൽ ജാം, സ്ക്വാഷ്, പ്രിസർവേറ്റീവ്സുകൾ ആഡ് ചെയ്തിട്ടുള്ള സോഡിയം ബൈകാർബണേറ്റ്, അതുപോലെ സോഡിയം ബെൻസോവേറ്റുകൾ ആഡ് ചെയ്തിട്ടുള്ള ആഹാര സാധനങ്ങൾ പ്രധാനമായിട്ടും കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം. ഇനി എങ്ങനെയുള്ള ഡയറ്റാണ് ഇവർ ഫോളോ ചെയ്യേണ്ടത് എന്നുള്ളതാണ് പ്രധാനമായിട്ട് പറയേണ്ടത്. ഇതിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു ഡയറ്റ് പാറ്റേൺ ആണ് ഡാഷ് ഡയറ്റ്. എന്താണ് ഡാഷ് ഡയറ്റ്? ഡയറ്ററി അപ്രോച്ചസ് ടു സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ. ഇതിനകത്തിൽ കൂടുതൽ പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, തവിട് കളയാത്ത ധാന്യങ്ങൾ, അതുപോലെ മത്സ്യം, തൊലി കളഞ്ഞിട്ടുള്ള കോഴിയിറച്ചികൾ എന്നിവ ഉൾപ്പെടുത്തിയ ഡയറ്റാണ് ഡാഷ് ഡയറ്റ് എന്ന് പറയുന്നത്. ഇത് പ്രത്യേകമായിട്ട് ഉയർന്ന BP ഉള്ളവർക്ക് വേണ്ടി ക്രമപ്പെടുത്തിയിരിക്കുന്ന ഒരു ആഹാര ക്രമീകരണമാണ്. ഇനി BP രോഗികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട അടുത്ത വേറൊരു പ്രധാന കാര്യം പൊട്ടാസ്യം കൂടുതലടങ്ങിയ ഭക്ഷണം ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. ഏതിലൊക്കെയാണ് പൊട്ടാസ്യം കൂടുതൽ അടങ്ങിയിരിക്കുന്നത്? ഇലക്കറികൾ, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, പ്രധാനമായിട്ടും നാരങ്ങ വർഗ്ഗത്തിൽപ്പെട്ട പഴവർഗ്ഗങ്ങൾ, മുസമ്പി, ഓറഞ്ച്, ചെറുനാരങ്ങ എന്നിവ, അതുപോലെ അണ്ടിപ്പരിപ്പുകളിൽ, പയറുവർഗ്ഗങ്ങളിൽ, തക്കാളി, തണ്ണിമത്തൻ, വാഴപ്പഴം ഇതിലെല്ലാം പൊട്ടാസ്യം സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് ഉപയോഗിക്കുന്നത് വഴി സോഡിയത്തിൻ്റെ ലെവൽ കുറയുകയും BPയുടെ കൺട്രോൾ ലെവലിൽ നിർത്താൻ സഹായിക്കുകയും ചെയ്യും. ഇനി വെളുത്തുള്ളിയുടെ ഉപയോഗം, ദിവസേന ഒരു 7 അല്ലി വെളുത്തുള്ളി ഉപയോഗിക്കുന്നത് വലിയ ഗുണം ചെയ്യും. വെളുത്തുള്ളിയിലുള്ള അലിസിൻ എന്ന് പറയുന്ന സംയുക്തം നൈട്രിക് ഓക്സൈഡിൻ്റെ അളവ്, ശരീരത്തിലുള്ള നൈട്രിക് ഓക്സൈഡിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും ധമനികൾക്ക് അയവ് നൽകുകയും ചെയ്യും. ഇനി ഏറ്റവും പ്രധാനമായിട്ട് ഉൾപ്പെടുത്തേണ്ട വേറൊരു omega-3 ഫാറ്റി ആസിഡ് ഉള്ളൊരു ഘടകമാണ്, ആൽഫ ലിനോലെനിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഒരു ഘടകമാണ് ചണവിത്ത്, ഫ്ലാക്സ് സീഡ്. ദിവസേന 2 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് ഉപയോഗിക്കുക വഴി നമ്മൾക്ക് BP കൺട്രോൾ ആക്കാൻ സഹായിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഇതിൻ്റെ ഉപയോഗം ഒന്നെങ്കിൽ അത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ വറുത്ത് പൊടിച്ച് ആഹാരത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്, സാലഡുകളിലിട്ട് കഴിക്കാവുന്നതാണ്. എങ്ങനെയാണെങ്കിലും ഇത് ചണവിത്തിൻ്റെ ഉപയോഗം ഏറ്റവും ഗുണകരമാണ്. ദിവസം ഒരു സാലഡ് ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കണം. സാലഡിനു വേണ്ടി സവാള, ക്യാരറ്റ്, കുക്കുംബർ ഇതെല്ലാം ഉൾപ്പെടുത്താം. ഈ സവാളയിലുള്ള ക്വെർസെറ്റിൻ എന്ന ആൻറ്റി ഓക്സിഡൻറ്റ്
രക്തധമനികളിലുള്ള തടസ്സങ്ങൾ നീക്കി രക്തചംക്രമണം തടസ്സമില്ലാതെ കൊണ്ടുപോകാൻ സഹായിക്കും. ദിവസേന ഒരു സാലഡ് നിർബന്ധമായിട്ട് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. സാലഡിന് വേണ്ടി തിരഞ്ഞെടുക്കാവുന്നത് കുക്കുംബർ, സവാള, ക്യാരറ്റ്, മുളപ്പിച്ച പയറുകൾ ഇതെല്ലാം ഉൾപ്പെടുത്താം. സവാളയിലുള്ള കൊർസെറ്റിൻ എന്ന ആൻറ്റി ഓക്സിഡൻറ്റ് രക്തധമനികളുടെ സമ്മർദ്ദം കുറച്ചിട്ട് രക്തചംക്രമണം തടസ്സമില്ലാതാക്കാൻ സഹായിക്കും. ഇനി അതുപോലെ നെല്ലിക്കയുടെ ഉപയോഗം നല്ലതാണ്. നെല്ലിക്കയിലുള്ള വിറ്റമിൻ സി ഇതുപോലെ ബ്ലഡ് സർക്കുലേഷനെ കറക്റ്റ് ചെയ്യാൻ സഹായിക്കും. ചുവന്ന ഇറച്ചികൾ, ബീഫ്, മട്ടൺ പോലെയുള്ള ഇറച്ചി വർഗ്ഗങ്ങളിൽ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് കൂടുതലായിട്ടുണ്ട്. ഇത് ബ്ലഡ് പ്രഷർ എലിവേഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല, ഏത് ആഹാര സാധനം പാചകം ചെയ്യുമ്പോഴും നമ്മൾ ഹെൽത്തി പ്രിപ്പറേഷൻസ് സെലക്ട് ചെയ്യുക. വറുത്ത് പൊരിച്ചെടുക്കാതെ കറി ഫോമോ അല്ലെങ്കിൽ ഏതെങ്കിലും ആവിയിൽ വേവിച്ചതോ ആകുന്നത് ഏറ്റവും ഗുണപ്രദം. രക്താതിസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിൽ മത്സ്യത്തിനുള്ള പങ്ക് വളരെ വലുതാണ്. മത്സ്യത്തിൽ ഒമേഗ-3 ഫാറ്റി ആസിഡുകൾ ധാരാളമായിട്ടുണ്ട്. ധാരാളമായി ഒമേഗ-3 ഫാറ്റി ആസിഡ് അടങ്ങിയ മത്സ്യങ്ങൾ മത്തി, അയല, ചൂര, സാൽമൺ വെറൈറ്റികൾ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുന്നത് വളരെ നല്ലതാണ്. ഇനി അണ്ടിപ്പരിപ്പുകളുടെ ഉപയോഗം എടുക്കുകയാണെങ്കിൽ ദിവസം 5 തൊട്ട് 7 എണ്ണം എന്ന ക്രമത്തിലാണ് നല്ലത്. ഇതിൽ അണ്ടിപ്പരിപ്പുകൾ പ്രധാനമായി തിരഞ്ഞെടുക്കാവുന്നത് ബദാം, വാൾനട്ട് എന്നിവ ഉൾപ്പെടുത്തുന്നത് നല്ലത്. ഇതിലുള്ള മ്യൂഫ കണ്ടൻറ്റ്, മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ബ്ലഡ് പ്രഷറിനെ കൺട്രോൾ ആക്കാൻ സഹായിക്കും. ഇനി ദിവസം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് വ്യായാമം, കൃത്യമായ വ്യായാമം ശീലമാക്കണം. ഒരു 30 മിനിറ്റ് വ്യായാമത്തിന് വേണ്ടി മാറ്റിവെക്കണം എന്നുള്ളതാണ്. ഇഷ്ടപ്പെട്ട വിനോദങ്ങളിൽ നമ്മൾക്ക് ഏർപ്പെടാവുന്നതാണ്. നടത്തമാകാം, ഒരു 30 മിനിറ്റെങ്കിലും മിനിമം വേണമെന്നുള്ളത്. അതുപോലെ മാനസിക ആരോഗ്യം ഏറ്റവും പ്രധാനമാണ് ഈ ഉയർന്ന BP ഉള്ളവരിൽ. അതിനെ കൺട്രോളാക്കാൻ യോഗ, മെഡിറ്റേഷൻ എന്നിവ ശീലിക്കാം. ഇനി പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മദ്യപാനവും പുകവലിയും. പുകവലി ഏറ്റവും അപകടകാരിയാണ്. പുകയിലയിലുള്ള നിക്കോട്ടിൻ എന്ന ഘടകം രക്തക്കുഴലുകളെ ചുരുക്കി രക്തചംക്രമണം തടസ്സപ്പെടുത്തുന്നു. അതുപോലെ മദ്യപാനികളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ കാർഡിയോമയോപ്പതി എന്ന രോഗാവസ്ഥയ്ക്ക് വലിയ കാരണമാണ്. അതുകൊണ്ട് മദ്യപാനം കഴിവതും ഇതുപോലെയുള്ള മദ്യപാനം, പുകവലി പോലെയുള്ള ദുശീലങ്ങളോട് വിട പറയേണ്ട കാലഘട്ടമാണ് ഈ സമയം. ഇനി ഉറക്കം, ഒരു 6 മണിക്കൂറെങ്കിലും ഉറക്കത്തിന് വേണ്ടി മാറ്റിവെക്കണം. ഉറക്കം പ്രധാനമാണ്. കറക്റ്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉറക്കമാണ് വേണ്ടത്. ഇതും ബ്ലഡ് പ്രഷറിനെ കൺട്രോൾ ആക്കാൻ സഹായിക്കും. ഒരു ചിട്ടയായ ഭക്ഷണക്രമം, ജീവിതശൈലിയിലുള്ള കൃത്യത, അതുപോലെ സ്ഥിരമായ ചിട്ടയായ വ്യായാമം, മാനസികാരോഗ്യം ഇവയെല്ലാം കൺട്രോൾ ചെയ്ത് നമുക്ക് ബ്ലഡ് പ്രഷർ റെഗുലറായിട്ട് കൺട്രോൾ ചെയ്ത് നോർമലാക്കി കൊണ്ടുപോകാം.